നമസ്കാരം. കോൺഗ്രസിൻ്റെ ദശകങ്ങളായിട്ടുള്ള രാഷ്ട്രീയം വിട്ടിട്ട് BJP രാഷ്ട്രീയത്തോട് NDAയുടെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ പ്രവർത്തനം അതിൽ വലിയ ഒരു അവഗണനയാണ് ഈ അടുത്ത കാലത്തായി നേരിടുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു അവഗണനയിൽ മനം മടുത്തിട്ടാണ് അദ്ദേഹം NDAയുടെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പും. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമുക്ക് വേണം എന്തൊരു ഭാരതമാണ്. നമുക്ക് വേണം വികസിത ഭാരതം, നമുക്ക് വേണം വികസിത കേരളം. ഇതൊരു മഹത്തായ മുദ്രാവാക്യമാണ്. കാലഘട്ടത്തിന് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസൃതമായ ഒരു മഹത്തായ മുദ്രാവാക്യമാണ് മോദിജി ഉയർത്തിയിരിക്കുന്നത്. ആ മഹത്തായ മുദ്രാവാക്യത്തിൽ ആകൃഷ്ടനായ ഒരാളാണ് ഞാൻ. ഒന്ന് പ്രഥമ പരിഗണന അതിന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ BJP അംഗത്വം തീരുമാനിച്ചത്. പിന്നൊരു ചോദ്യം ചോദിച്ചല്ലോ എന്നോട്, അവഗണനയുണ്ടോ എന്ന്. എനിക്ക് 50 വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്ത് KSU യൂണിറ്റ് പ്രസിഡന്റ് തൊട്ട് തുടങ്ങി കഠിനാധ്വാനം ചെയ്ത് ഈ പാർട്ടിയിൽ പടിപടിയായി വളർന്നു വന്നതാണ്. ആ പടിപടിയായി എന്ന് പറയുമ്പോൾ വലിയ അർത്ഥമുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ്, സ്കൂൾ ചെയർമാൻ, സ്കൂൾ ലീഡർ, KSU താലൂക്ക് സെക്രട്ടറി, KSUവിൻ്റെ താലൂക്ക് പ്രസിഡൻറ്റ്, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റ്, KSUവിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ, KSUവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ്, DCC ജനറൽ സെക്രട്ടറി, KPC സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, തൊടിയൂർ ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് 98 25 വർഷം പ്രസിഡൻ്റായി പ്രവർത്തിച്ച് കാലിയായ ഒരു ബാങ്കിനെ സമ്പന്നമായ ഒരു ബാങ്കാക്കി, സൂപ്പർ ഗ്രേഡ് ബാങ്കാക്കി മാറ്റി, ലാഭകരമായ പ്രവൃത്തിയെ ബാങ്കാക്കി മാറ്റി, 4-5 ബ്രാഞ്ച് ഉണ്ടാക്കി. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവാൻ എനിക്ക് 2 അവസരം കിട്ടി, മത്സരിച്ച് ജയിച്ചു വന്നു. അത്രയും ഈ കാലഘട്ടത്തിനിടയിലെല്ലാം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് കരുനാഗപ്പള്ളി ബൂത്ത് ലെവൽ തൊട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. എൻ്റെ ശബ്ദം കേൾക്കാത്ത കോൺഗ്രസ്സുകാർ അവിടെ ഇല്ല. പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. പുതിയ തലമുറ, പഴയ തലമുറ. ഞാൻ തൊടിയൂർ കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കി, കരുനാഗപ്പള്ളി കോൺഗ്രസ് ഓഫീസ് ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആളുകളെ തിരിച്ചറിയത്തില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ എനിക്ക് കിട്ടേണ്ട പല അവസരങ്ങളും DCC പ്രസിഡന്റ് ആയാലും അതുപോലെ KPC ജനറൽ സെക്രട്ടറി ഒക്കെ ആയാലും എന്നേക്കാൾ വെറും താഴെയുള്ള ആളുകളെ, എന്നേക്കാൾ വളരെ താഴെയുള്ള ആളുകളെ ഒക്കെ ആ പദവികളിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും എന്നെ തടയപ്പെടുകയായിരുന്നു. ആ തടയപ്പെട്ടതെല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. കരുനാഗപ്പള്ളിയിലെ MLA എന്ന നിലയിൽ CR മഹേഷ്, ഞങ്ങളെ വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അയാളുടെ പ്രവർത്തനത്തിനോട്, പാർട്ടിയോടുള്ള അയാളുടെ അറ്റാച്ച്മെൻറ്റ് വളരെ മോശമാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന ആളുകളോട് പോലും കൂടിയാലോചനകൾ നടത്തുന്നില്ല. ഒരു ആലോചന 5 വർഷം MLA നേരം നടത്തിയിട്ടില്ല. UDF-ആയിട്ട് ബന്ധമില്ല, പാർട്ടിയായിട്ട് ബന്ധമില്ല. അങ്ങനെ ഉള്ള അഭിപ്രായ വ്യത്യാസമാണ് എനിക്ക് അയാളോടുള്ളത്. ഒരു MLA ആയാൽ ആ ആള് പാർട്ടിയോട് ബന്ധം വേണം, പാർട്ടി നേതാക്കന്മാരുമായിട്ട് ചർച്ച അനിവാര്യമാണ്. UDF-ആണ് അയാൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം നൽകി, അയാളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ആ ആളെന്ന നിലയിൽ എന്നോട് യാതൊരു കൂടിയാലും 5 വർഷവും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജനപ്രതിയെ ഇനിയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യപരമാണ് ഒന്ന്. അപ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളോടുകൂടി, രാഷ്ട്രീയ സാഹചര്യങ്ങളോടുകൂടി എന്നെ ചിന്തിപ്പിച്ചപ്പോൾ ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു UDF ആയാലും ഇപ്പോൾ നിലവിലുള്ള LDF ആയാലും ഈ സംസ്ഥാനത്തിന് ഗുണകരമാവുകയില്ല. BJPയുടെ സത്യസന്ധമായ, അഴിമതിരഹിതമായ, നിഷ്പക്ഷവും നിഷ്കളങ്കവുമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്. അഴിമതി മുക്തമായ ഒരു ദേശീയ പാർട്ടിയാണ് ഈ രാജ്യത്തെ നയിച്ച് മുന്നോട്ട് പോകുന്നത്. വികസിത ഇന്ത്യ, വികസിത കേരളം, ആ സന്ദേശത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ BJP ചേരുന്നത്. യാതൊരു ലാഭ്യച്ചയും എൻ്റെ മനസ്സിലില്ല. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAക്ക് എത്ര സീറ്റ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ കേരളത്തിൽ മെച്ചപ്പെട്ട നിലയുണ്ടാകും. വോട്ടിംഗ് പാറ്റേണിൽ വ്യാപകമായ മാറ്റം വരും. ജനങ്ങളത് ആഗ്രഹിക്കുന്നു, ജനങ്ങളത് ഉൾക്കൊള്ളുന്നു, ജനങ്ങൾ ചിന്തിക്കുന്നു. തീർച്ചയായും ഒരു മാറ്റം
ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കരുനാഗപ്പള്ളിയിൽ വോട്ടിൻ്റെ നിലയിൽ വൻപിച്ച വർധനമുണ്ടാകും. രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ അദ്ദേഹം എഴുതപ്പെടുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിന് എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തെ ഞാൻ പോസിറ്റീവായി ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് എനിക്കൊരു വലിയ ആവേശം വീണ്ടും ഉണ്ടായി. ഇങ്ങനെ ഒരു മനുഷ്യൻ, ലാളിത്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത് അപൂർവ രാഷ്ട്രീയക്കാരിൽ എന്തോ ഒരു സമീപനമാണ്, നല്ല സമീപനം. എനിക്കതൊരു ഊർജ്ജമായിട്ടുണ്ട് ഈ പാർട്ടി പ്രവർത്തിക്കാൻ. രാജീവ് ചന്ദ്രശേഖർജിയുടെ എന്നോടുള്ള സമീപനത്തിൽ, സംസാരത്തിൽ, പ്രവർത്തനത്തിൽ അദ്ദേഹം ചേർത്ത് പിടിച്ച് നമ്മളെല്ലാം കൊണ്ടുപോകും എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്, ഒരു ഉൾക്കരുത്തുണ്ടായിട്ടുണ്ട്. ദശകങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് അദ്ദേഹം NDAയോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിട്ട ഒരു അവഗണന, അതോടൊപ്പം തന്നെ പാർട്ടിയിൽ പൊതുവെ കാണുന്ന നിസ്സംഗത തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തോട് ചേർന്നിരിക്കുന്നത്. BJP ഉയർത്തിപ്പിടിക്കുന്ന, NDA ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.